നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്ക്വാഡുകൾ ഓരോന്നോരോന്നായിട്ട് വന്നു. ഉറുഗ്വായുടെ സ്ക്വാഡ് വന്നു, കൊളംബിയയുടെ സ്ക്വാഡ് വന്നു, ബ്രസീലിൻ്റെ സ്ക്വാഡ് വന്നു. ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് അർജൻറ്റീനയുടെ സ്ക്വാഡ് എന്താണ് വരാത്തത്? യൂറോപ്പിൽ സ്പെയിനിൻ്റെ സ്ക്വാഡ് കഴിഞ്ഞ ദിവസം വന്നു, ഫ്രാൻസിൻ്റെ വന്നു, ഇംഗ്ലണ്ടിൻ്റെ വന്നു, ജർമ്മനിയുടെ വന്നു. എവിടെ അർജൻറ്റീനയുടെ സ്ക്വാഡ്? ലാറ്റിൻ അമേരിക്കൻ ടീമായ അർജൻറ്റീനയ്ക്ക് ലോകം മുഴുവനും വലിയ ആരാധക വൃന്ദമാണുള്ളത്. കാരണം എന്താണെന്നറിയോ? അത്രയും മാന്ത്രികമായ നിമിഷങ്ങൾ അവരുടെ ഫുട്ബോൾ മാന്ത്രികർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഡിയേഗോ മറഡോണയും ഏറ്റവും ഒടുവിൽ ലിയോ മെസ്സിയും ഒക്കെ ആ പാരമ്പര്യം അതുപോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇത്തവണത്തെ വേൾഡ് കപ്പിന് അവർ പോകുമ്പോൾ ഉള്ള പ്രത്യേകത, നിലവിലെ ലോക ചാമ്പ്യന്മാരായിട്ടാണ് അവർ പോകുന്നത്. എന്നിട്ടും സ്കലോനിക്ക് എന്തേ സ്ക്വാഡ് അങ്ങ് പ്രഖ്യാപിക്കാൻ ഒരു വിമുഖത. പ്രശ്നം എന്താ? പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രശ്നം എന്താണ്? പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവരുടെ അവൈലബിലിറ്റി എത്രത്തോളം എന്ന് നോക്കിയിട്ടാണ് അദ്ദേഹം സ്ക്വാഡ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഈ മാസം 30 ഫിഫക്ക് ആ സ്ക്വാഡ് കൊടുക്കേണ്ട അവസാന ദിവസം. അതുകൊണ്ട് തന്നെ നാളെയോ മറ്റന്നാളോ ഏറിപ്പോയ അതിനപ്പുറത്തെ ദിവസമോ 29-ാം തീയതിയോ ലയണൽ സ്കലോനി അർജൻറ്റീനയുടെ സ്ക്വാഡ് പ്രഖ്യാപിക്കുമെന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 28 അംഗ റോസ്റ്റർ തയ്യാറായിട്ടുണ്ട് എന്ന വിവരം കൂടി വരുന്നു. അതായത് 55 അംഗ പ്രിലിമിനറി ലിസ്റ്റൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ബാക്കി ഓൾമോസ്റ്റ് സ്ക്വാഡൊക്കെ ആയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൂടി TYC സ്പോർട്സ് പുറത്തുവിടുന്നു. കഴിഞ്ഞ ദിവസം റോബർട്ടോ അയാള മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു, സ്ക്വാഡ് ഏതാണ്ടൊക്കെ റെഡിയാണ്. സ്കലോനി ഞങ്ങളോട് ഓരോരുത്തരോടും ഓരോ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. എന്നിട്ടത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാൻ പറഞ്ഞു. കോമൺ ഗ്രൂപ്പിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും പ്രസൻറ്റ് ചെയ്ത സ്ക്വാഡിൽ 80% ഒരുപോലെയാണ്. ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അതെല്ലാം ഇപ്പോൾ ചർച്ച ചെയ്ത് ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ലഭ്യമായ വിവരങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ TYC സ്പോർട്സ് എസൈസ പ്രോപ്പർട്ടിയിൽ അർജൻറ്റീനയുടെ സ്ക്വാഡിൻ്റെ ട്രെയിനിങ് ആരംഭിക്കും. പക്ഷേ അവിടെ ലയണൽ മെസ്സി ജോയിൻ ചെയ്യില്ല. ലയണൽ മെസ്സി ജൂൺ 1 കാൻസസിൽ വെച്ചിട്ടാണ് അർജൻറ്റീന ടീമിനോടൊപ്പം ജോയിൻ ചെയ്യുക എന്നുകൂടി TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും ഇപ്പോൾ അർജൻറ്റീന ഈ വേൾഡ് കപ്പിന് പോകുമ്പോൾ അവരുടെ സ്ക്വാഡിൽ ഓൾമോസ്റ്റ് ഉണ്ടാകുന്ന ഉറപ്പ് ലഭിച്ച താരങ്ങളുണ്ട്. സ്പെയിനിൽ നിന്നാണ് അവരുടെ ടീമിലേക്ക് ഏറ്റവും അധികം താരങ്ങൾ വരാൻ പോകുന്നത്. സ്പെയിനിൽ ലീഗ് കളിച്ചിട്ടുള്ളവർ, അതായത് യുവാൻ മുസ്സോ, നാഹുൽ മൊളീന, യൂലിയാനോ സിമിയോണി, ഹൂലിയൻ അൽവേരസ്, തിയാഗോ അൽമേഡ, നിക്കുളാസ് ഗോൺസാലസ്, അത്ലറ്റിക്കോ ഡി മാഡ്രിഡിൻ്റെ താരങ്ങൾ അവരൊരുമിച്ച് സ്ക്വാഡിൽ ഉണ്ടാകും, വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് വരുന്നവരിൽ, സ്പെയിനിൽ നിന്ന് വരുന്നവരിൽ സ്റ്റിൽ പ്ലേസ് വെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന താരങ്ങളുണ്ട്. അത് ഒന്ന് ജിയോവാനി ലോ ചെൽസിയാണ്, റിയൽ ബെറ്റീസിൻ്റെ താരം. പരിക്കിൻ്റെ പ്രശ്നങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിൻ്റെ സ്പോട്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു സംശയം. അതുപോലെ തന്നെ പിന്നെ പരിഗണിക്കപ്പെടുന്ന ഒരാൾ ഗെറ്റാഫയുടെ സെയ്ദ് റൊമേറോ, പിന്നെ വലൻസിയയുടെ ഗോയിഡോ റോഡ്രിഗസ്, ജിറോണയുടെ ക്ലോഡിയോ എച്ച്വേരി. ഈ താരങ്ങളിൽ ആരൊക്കെ സ്ക്വാഡിലുണ്ടാവും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ മയാമിയുടെ മത്സരങ്ങൾ വേൾഡ് കപ്പിന് മുമ്പുള്ളത് കൺക്ലൂഡഡ് ആയിട്ടുണ്ട്. ലയണൽ മെസ്സിയും റോദ്രിഗോ ഡിബോളും സ്ക്വാഡിലുണ്ടാവുമെന്ന് ഉറപ്പുള്ളവരാണ്. മെസ്സിയുടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അത്ര വലിയ തലവേദന ഉണ്ടാക്കുന്നതല്ലെന്നും അദ്ദേഹം സ്ക്വാഡിലുണ്ടാകുമെന്നും ഏതാണ്ട് സൂചനകളൊക്കെ ലഭിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങ് US വെച്ച് സ്ക്വാഡിനോടൊപ്പം ചേരും. പിന്നെ പ്രീമിയർ ലീഗിൽ നിന്നുള്ള താരങ്ങൾ അവിടെ പ്രീമിയർ ലീഗ് കൺക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പം സ്ക്വാഡിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരുപാട് താരങ്ങൾ അവിടെയുണ്ട്. അതായത് എമിലിയാനോ മാർട്ടീനസ്, ആസ്റ്റൺ വില്ലയുടെ താരം. അദ്ദേഹത്തിൻ്റെ വിരലിന് ചെറിയ പൊട്ടലുണ്ടെങ്കിലും വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും റെഡിയാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലിസാൻഡ്രോ മാർട്ടീനസ്, ടോട്ടനാമിൻ്റെ ക്യൂട്ടി റൊമേറോ, ചെൽസിയുടെ എൻസോ ഫെർണാണ്ടസ്, ഇവരൊക്കെ ഉറപ്പുള്ളവരാണ്. സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പുള്ളവരാണ്. പരിക്ക് വലച്ചില്ലെങ്കിൽ ഇവരുണ്ടാവും. അതേസമയം ക്രിസ്റ്റൽ പാലസിൻ്റെ വാൾട്ടർ ബെനീറ്റസ്, ബേൺമൗത്തിൻ്റെ മാർക്കോസ് സെൻസി, ആസ്റ്റൺ വില്ലയുടെ എമിലിയാനോ ബൂൻഡിയ, ഇവർ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് സ്ട്രോങ് കണ്ടൻറ്റേഴ്സായിട്ട് പരിഗണിക്കുന്നവരാണ്, നല്ല സാധ്യതയുള്ളവരാണ്. പിന്നെ അതുപോലെ തന്നെ പെക്കിംഗ് ഓർഡറിൽ കുറച്ച് താഴെയാണെങ്കിലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരാൾ നിക്ലാസ് ഡൊമിംഗസ്, നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ നിക്ലാസ് ഡൊമിംഗസും ചെൽസിയുടെ അലയാൻഡ്രോ ഗർനാച്ചോയും. സോ പ്രീമിയർ ലീഗിൽ നിന്ന് ഇത്രയധികം
താരങ്ങൾ കൺസിഡർ ചെയ്യപ്പെടുന്നവരാണ്. ഇവരിൽ നമ്മൾ ആദ്യം പറഞ്ഞവർ എമി മാർട്ടിനസും ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമേറോയും എൻസോ ഫെർണാണ്ടസും എന്തായാലും സ്ക്വാഡിൽ ഉണ്ടാവും. അലക്സിസ് മാക്കലിസ്റ്ററുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. സോ ലിവർപൂളിൻ്റെ താരം അലക്സിസ് മാക്കലിസ്റ്റർ. സോ ഇനി സിരിയയുടെ കാര്യത്തിൽ സിരിയെ കൺക്ലൂഡായിട്ടുണ്ട്. ലൗട്രോ മാർട്ടിനസ് ലീഗ് വിന്നറായിട്ടാണ് വേൾഡ് കപ്പിന് എത്തുന്നത്. സിരിയയുടെ ടോപ്പ് സ്കോറർ കൂടിയാണ്. കോമോയിൽ നിന്ന് നിക്കോ പാസ് എന്തായാലും വേൾഡ് കപ്പിനുണ്ടാകും. ചെറിയ ഇഞ്ചുറി കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈസ് ഓക്കെ, അധികം വേൾഡ് കപ്പിനുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോമോയുടെ മാക്സിമോ പെറോണ്, റോമയുടെ മാറ്റിയസ് സുലെ, ബൊളോഞ്ഞയുടെ സാന്റിയാഗോ കാസ്ട്രോ, പാർമയുടെ മാറ്റിയോ പെലഗ്രീനോ ഇവർ സ്കലോനിയുടെ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തവരാണ്. സെക്കൻഡ് പ്ലേസ് ആണ് പെക്കിംഗ് ഓർഡറിൽ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പക്ഷേ ദേ ആർ സ്റ്റിൽ കണ്ടൻറ്റേഴ്സ്. ഇനി സ്ക്വാഡിലേക്ക് ഏറ്റവും വൈകിയെത്താൻ സാധ്യതയുള്ളവർ ആരൊക്കെയാണ്? അത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള താരങ്ങളായിരിക്കും. കാരണം കോപ്പ ലിബർട്ടഡോറസിൻ്റെയും കോപ്പ സുഡാമേരിക്കാനയുടെയും ഒക്കെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണല്ലോ. 28-ാം തീയതിയാണ് ആ മത്സരങ്ങൾ അവസാനിക്കുന്നത്. ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാനിക്കുന്നത്. ബ്രസീലിയറോ മെയ് 31-നാണ് വേൾഡ് കപ്പിന് മുമ്പ് അവസാനിക്കുകയുള്ളൂ. സോ അവിടെ നിന്നൊക്കെ ഉള്ള താരങ്ങൾ വൈകിയായിരിക്കും എത്തുക. പാൽമിറാസിൽ അഗസ്റ്റിൻ ഗിയ, അതുപോലെ തന്നെ ഇവാൻ മാനുവൽ ലോപ്പസ് ഉണ്ട്. അദ്ദേഹം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ സ്ക്വാഡിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നെ റിവർ പ്ലേറ്റിൽ 6 പ്ലെയേഴ്സ് ഉണ്ട്, പ്രിലിമിനറി റോസ്റ്ററിലുള്ള 6 പ്ലെയേഴ്സ്. അപ്പോൾ അതിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം കണ്ടറിയണം. ലയണൽ സ്കലോനി ഒരു പക്ഷേ ഗോൺസാലോ മൊണ്ടിലിനെയും മാർക്കോസ് അക്യൂഞ്ഞയെയും നേരത്തെ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം. അക്യൂഞ്ഞയുടെ മെഡിക്കൽ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ആൾ സെറ്റാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അത് അഡീഷണലി പിന്നെ സാന്റിയാഗോ ബെൽട്രാന്, അദ്ദേഹത്തെ ഒരു പക്ഷേ കോളപ്പിന് സാധ്യതയുള്ള കളിക്കാരനാണ്. ലൂക്കാസ് മാർട്ടിനസ് കോർട്ട, ജെർമൻ പെസല്ല, അനിബാൽ മൊറേനോ ഇവർ ഫൈനൽ സ്ക്വാഡിലേക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ്. പക്ഷേ ദേ ആർ ഓൾസോ കണ്ടൻറ്റേഴ്സ് എന്ന രൂപത്തിൽ തന്നെ നമ്മൾ കാണേണ്ട കളിക്കാരാണ്. സോ സ്വന്തം നാട്ടിൽ നിന്നും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലും മറ്റ് ലീഗിൽ കളിക്കുന്ന താരങ്ങളും ഒരുപക്ഷെ വൈകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ അവിടെ ലീഗ് കളിക്കുന്ന താരങ്ങളൊക്കെ ഇമ്മീഡിയറ്റ്ലി എസൈസ പ്രോപ്പർട്ടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ സിമിലർ സിറ്റുവേഷൻ ബൊക്ക ജൂനിയേഴ്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് യൂണിവേഴ്സിഡാഡുമായിട്ട് മത്സരമുണ്ട്. സോ ഏത് രൂപത്തിലായിരിക്കും അതിനുശേഷം കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ്. ലിയാൻഡ്രോ പരേഡസ് അദ്ദേഹത്തിന് എന്തായാലും സ്ക്വാഡിലിടം ഉണ്ടാകും, കാര്യം ഉറപ്പാണ്. പിന്നെ ലൗട്രോ ഡി ലൊല്ലോ അദ്ദേഹം 55 അംഗ സ്ക്വാഡിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഫൈനൽ സ്ക്വാഡിലേക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മിൽട്ടൺ ഡെൽഗാഡോ, തോമസ് അറാൻഡ ഇവരൊക്കെ ഭാവിയിലേക്കുള്ള പ്രോസ്പെക്ട്സ് ആയിട്ട് പരിഗണിക്കുന്നവരാണ്. റേസിങ്ങിൽ നിന്ന് ഉള്ള താരങ്ങൾ ഇപ്പോൾ ഫക്കിൻഡോ കമ്പസസ്, ഗബ്രിയൽ റോഹസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ക്വാഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളവരാണ് ഇങ്ങനെയുള്ള താരങ്ങൾ. പക്ഷേ ഫൈനൽ സ്ക്വാഡിൽ സാധ്യത കുറവാണ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ 26 മെൻ സ്ക്വാഡിൽ ആരൊക്കെ ഉണ്ടാകും? ഇപ്പോൾ ഓൾറെഡി സീസൺ കംപ്ലീറ്റ് ആയിട്ടുള്ള താരങ്ങൾ ഇപ്പോൾ ജെറോണിമോ റുള്ളി, ലിയനാർഡോ ബലേഡി, നിക്കുലസ് ടാഗ്ലിയഫിക്കോ, വാലന്റിൻ ബർക്കോ ഇങ്ങനെയുള്ള താരങ്ങൾ ഓൾറെഡി നേരത്തെ തന്നെ സീസൺ അവസാനിച്ചവരാണ്. അപ്പോൾ അവരെന്തായാലും സ്ക്വാഡിലേക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന കളിക്കാരാണ്. ജർമ്മനിയിൽ നിന്ന് ഇസിക്കിയൽ പലാസിയോസ്, പിന്നെ പോർച്ചുഗലിൽ നിന്ന് നിക്കോളാസ് ഓട്ടാമെൻറ്റി, അദ്ദേഹം റിവർ പ്ലേറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഏറ്റവും ഒടുവിൽ. പക്ഷേ അദ്ദേഹം പോർച്ചുഗലിലാണ് കളിച്ചത്. ഇങ്ങനെയുള്ള താരങ്ങളുടെ സാധ്യത, സ്ക്വാഡിലേക്ക് വരാനുള്ള സാധ്യത. പിന്നെ ഇവരൊക്കെ വരും. ഈ മറ്റിടങ്ങളിൽ നിന്ന് സ്റ്റിൽ വെയിങ് ആയിട്ടുള്ള ചില താരങ്ങളുണ്ട്. അതായത് ഫെക്കുണ്ടോ മെദീന, ഒളിമ്പിക് മാഴ്സയുടെ കളിക്കാരൻ, ബായർ ലെവർക്യൂസൻ്റെ ഇസിക്കിയൽ ഫെർണാണ്ടസ്, ഹാംബർഗിൻ്റെ നിക്കോളാസ് കപ്പാൽറ്റോ, പോർട്ടോയുടെ അലൻ വഴേല, അതുപോലെ തന്നെ ബെൻഫിക്കയുടെ ജിയാലുക്ക പ്രെസ്റ്റിയാനി, ഈ താരങ്ങളെയും പരിഗണിക്കുന്നത്. അപ്പോൾ ഇതാണ് അർജൻറ്റീനയുടെ റോസ്റ്ററിൽ ഇപ്പോൾ പരിഗണിക്കുന്നവർ. ഉറപ്പുള്ളവരുടെ ലിസ്റ്റ് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവുകയും ചെയ്തു. സോ ചില പരിക്കിൻ്റെ വിഷയങ്ങൾ അവിടെ അലട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സ്കലോനി ഒരു സ്ക്വാഡ് പ്രഖ്യാപനം വൈകിപ്പിക്കാനുള്ള കാരണം. നാളെയോ മറ്റന്നാളോ സ്ക്വാഡ് അനൗൺസ്മെൻറ്റ് ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൻ്റെ എത്താം.